ക്യൂറേറ്റർ മണിയുടെ നേതൃത്വത്തിൽ പിച്ച് നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ചരിത്ര പ്രശസ്തമായ ഈ പിച്ച് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന ശ്രീമാൻ മണിയേട്ടനുമായി നമുക്ക് ചോദിക്കാം. മിസ്റ്റർ മണി, ഈ പിച്ച് നിർമ്മിച്ചു കഴിയുമ്പോൾ എങ്ങനെയുണ്ടാവും? ഇത് സ്പിന്നർമാരെ അനുകൂലിക്കാനാണോ അതോ പേസ് ബൗളേഴ്സിനെ അനുകൂലിക്കാനാണോ സാധ്യത? അതായത് ഒരു ഇന്ത്യൻ പിച്ചിനോട് കിടപിടിക്കുന്ന ഒരു പിച്ചായിരിക്കുമോ? നല്ല ഇനം പയറുകൾ ഇവിടെ വെച്ചാൽ നന്നായിട്ട് കായ്ഫലം ഉണ്ടാക്കാവുന്ന. താങ്കൾക്ക് ക്രിക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു സുഹൃത്തിനെ കാണാനായി. ഷൈജു, പിച്ചിനെ പറ്റി താങ്കളുടെ ഒരു അവലോകനം എന്തായിരിക്കും? ഈ പിച്ചിൻ്റെ പൊസിഷൻ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, ഡയഗണലാക്കിയതായിട്ട് കാണുന്നുണ്ട്. ഇത് എങ്ങനെ കളിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ഓമുവിന്റെ ബോൾ ഒരു കാരണവശാലും നിലത്ത് കുത്തൂല. മധുവിന്റെ ബോൾ മിക്കവാറും ചേരയായിട്ട് തന്നെയാവും വരിക. പ്രമോദ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ചായയും കടി കിട്ടോ എന്നുള്ളതാണോ? ഇവിടെ കൂലങ്കഷമായി ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ദിൽഷാജ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ പിച്ചിനെ കുറിച്ച്? ഈ പിച്ചിനെ പറ്റി പറയുകയാണ്, ഇവിടെ പിച്ചിൽ വെള്ളമൊഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച നടക്കുകയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടുന്ന് ക്യാമറയുമായി പിന്മാറിയിരിക്കുന്നു. ഇവിടെ മിസ്റ്റർ പ്രകാശ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്താണ് താങ്കൾ കാണുന്നത്? പറയൂ. താങ്ക് യു. ശ്രീജിത്ത്, ടീമിലെ ഘടാഘടിയന്മാരായ രണ്ടുപേര് ഇവിടെ വന്നിട്ടുണ്ട്. എന്തായിരിക്കും ഈ പിച്ചിന്റെ ഒരു ഭാവി? ഇത് കൂടുതൽ റൺ വരാൻ സാധ്യതയുള്ള ഒരു പിച്ചായി മാറാൻ സാധ്യതയുണ്ടോ? ഒറ്റവാക്കിയുള്ള മറുപടിയായിരുന്നു. താങ്ക് യു. വളരെ ആത്മാർത്ഥമായി ഈ പിച്ചിന് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ കോമു, നമ്മുടെ പ്രിയങ്കരനായ കോമു.